നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് മറ്റുള്ളവരുടെ സന്തോഷം. വേറൊരാൾ സന്തോഷമായിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടി അവനവനാണ് ശ്രമിക്കേണ്ടത്. അത് നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം, നമ്മുടെ പാർട്ട്ണറായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം. അവരെയൊക്കെ ഹാപ്പിയാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടി അവനവൻ ശ്രമിക്കണം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സന്തോഷം നമ്മുടെ ഉത്തരവാദിത്തമല്ല. രണ്ടാമത്തെ കാര്യമാണ്, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. പലരും അവനവൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇതാണ് ഞാൻ സത്യത്തിൽ ഇത് പറയാനാണ് ഞാൻ ശ്രമിച്ചത്, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് അവനവൻ ചെയ്ത കാര്യങ്ങൾ ഓവർ എക്സ്പ്ലെയിനിങ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ എത്ര തന്നെ വിശദീകരിച്ചാലും ആളുകൾ അവനവൻ്റെ കാഴ്ചപ്പാടിന് മനസ്ഥിതിക്കൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരോടും നമ്മുടെ കാര്യം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആളുകൾ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വെക്കണം. ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട നമുക്ക് ജീവിക്കാൻ. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ചോയ്സസ്, നിങ്ങളുടെ തീരുമാനങ്ങൾ. എപ്പോഴും ജനപ്രിയമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. നമ്മുടെ പല തീരുമാനങ്ങളും ചിലപ്പോൾ മറ്റുള്ളവരുടെ പിരികം ചൊളിച്ചേക്കാം. എന്താ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയുള്ള, അത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, എന്തുകൊണ്ട് താൻ ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനമെടുത്തത്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. ജീവിതം നിങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ചിലർ പ്രായ വ്യത്യാസം ഒരുപാടുള്ള ആളുകളെ വിവാഹം കഴിക്കും. ചിലപ്പോൾ കുട്ടികൾ വേണ്ടെന്നുള്ള തീരുമാനങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെ ചിലപ്പോൾ വളരെ ശമ്പളമുള്ള ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ കൃഷി തുടങ്ങാനൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ലാത്ത ഒരുപാട് തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു എന്ന് എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്ത് നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ ചോയ്സസ്, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ജീവിതം, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം. അത് എല്ലാവരോടും അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു ആവശ്യമില്ല. വിശദീകരിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഇപ്പോൾ കുടുംബത്തിലൊക്കെ മറ്റുള്ളവർ തമ്മിൽ തല്ലി നടക്കുന്ന കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ നടക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ എപ്പോഴും വഴക്കിടുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പ്രശ്നം തീർക്കുക, ഇവരുടെ പ്രശ്നം തീർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും പോയി നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല. അവനവൻ്റെ പ്രശ്നങ്ങൾ അവനവൻ തമ്മിൽ തല്ലി തീർത്തോളും. അതിൽ എല്ലാത്തിലും കയറി നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെ വഴക്കുണ്ടാക്കരുത്, ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ തുടങ്ങി. ചില കുട്ടികളൊക്കെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുമ്പോൾ അവരുടെ പ്രോബ്ലം ഫിക്സ് ചെയ്യാനൊക്കെ ചെറുപ്പത്തിൽ അത് തൻ്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് മൂത്ത കുട്ടികളിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ വരിക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ചേച്ചിയുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ തീർക്കുക, ചേട്ടൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും കയറിയിട്ട് നമ്മളൊരു പ്രോബ്ലം ഫിക്സർ ആവേണ്ട യാതൊരു ആവശ്യമില്ല. അതൊന്നും നമ്മുടെ ഉത്തരവാദിത്വമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർ തീർത്തോളും. അതിൻ്റെ കോൺസിക്വൻസസ് അവരനുഭവിച്ചോളും. നമ്മളെല്ലാത്തിലും കയറി തലയിട്ട് എല്ലാവരുടെയും പ്രശ്നം തീർക്കാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. അതൊന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമുക്ക് കഴിയുന്നത് പോലെ നന്നായി നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ അവർ നമ്മളിൽ നിന്ന് അതാണ് പ്രതീക്ഷിച്ചത്, ഈ സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവർ പലരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. നമുക്ക് എടുക്കാൻ കഴിയാത്ത ഭാരം ഒക്കെ നമ്മൾ എടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മൾ കാപ്പബിളായ കാര്യങ്ങൾ മാത്രം ചെയ്യുക. അധികവും ഈ അച്ഛനമ്മമാരുടെ പ്രതീക്ഷയ്ക്കൊത്തൊന്നും ഉയരാൻ കഴിയാത്ത കുട്ടികൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാറുണ്ട്. അച്ഛനമ്മമാർ പലതും പ്രതീക്ഷിക്കും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ കുട്ടി ഇങ്ങനെ ചെയ്യണം. അധികവും മൂത്ത കുട്ടികൾക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരാറുള്ളത്. അപ്പോൾ മറ്റുള്ളവർ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ നമ്മളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും. എന്തിനാ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. പക്ഷെ അതിനൊന്നും മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് ചാവേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാവരുടെയും പ്രതീക്ഷയുടെ ഭാരമൊന്നും നമ്മൾ നമ്മുടെ തലയിൽ എടുത്തു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം
ഊർജ്ജമൊക്കെ പാഴാക്കുന്നത് നിർത്തുക. പലപ്പോഴും മറ്റുള്ളവരുടെ മൂഡ് ശരിയാക്കാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ എല്ലാത്തിലും കയറി ഇടപെട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് അങ്ങനെ ഇല്ലാതായി തീരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലൊന്നും കയറി ഇടപെട്ട് ആകെ പ്രശ്നമാക്കാതിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. മറ്റുള്ളവർ നിരാശരായിക്കോട്ടെ, അത് നമ്മുടെ പ്രശ്നമല്ലല്ലോ, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നു നമ്മളിൽ നിന്ന്. അതുകൊണ്ടാണ് അവർ അത് നടക്കാതെ വരുമ്പോൾ നിരാശരാകുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. വേറൊരാൾ നമ്മളിൽ നിന്ന് നമ്മൾ ആ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ മറ്റൊരാൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിരാശരാകുമെന്ന് കരുതി, അവർ വിഷമിക്കുമെന്ന് കരുതി, അങ്ങനെയൊന്നും കരുതി നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകാത്ത രീതിയിൽ ജീവിക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാനോ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയോ ഒന്നും നമ്മൾ കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല.